അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഹെയറിന് ആവശ്യമായ ഹെയറിൽ ഞാൻ ഹെയറിൽ ഉപയോഗിക്കുന്ന എൻ്റെ മെയിൻ ഒരു റെമഡി ആണ് ഞാൻ പറയാൻ പോണത്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അത് ഈ പാവട്ടത്താളി അല്ലേ, ഈ പാവട്ടത്താളിയുടെ ഇലയാണ് ഞാൻ ഇത് ചെയ്യണത്. ഈ ഇലയാണ് ഞാൻ ഇത് താളിയാണ്, പാവട്ടത്താളി എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയണത്. അപ്പോൾ ഈ പാവട്ടത്താളിയെ നമ്മൾ കഴുകി ഒത്തിരി വെള്ളവും കൂടെ മിക്സ് ചെയ്ത് നമ്മളിത് താളി പോലെ ആക്കി തലയിൽ തേച്ച് ഒരു 20 മിനിറ്റ് കഴുകി കളയുമ്പോഴത്തേക്കും നമുക്ക് മുടി കൊഴിച്ചിൽ കുറയും, താരൻ്റെ ശല്യം കുറയും, അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ ഹെയറിൽ ചെയ്യുന്ന മെയിൻ ഒരു പാവട്ടത്താളി. നമ്മൾ ചെമ്പരത്തി താളിയല്ല, പാവട്ടത്താളി. ഇതാണ് നമ്മൾ സാധാരണ പൊടി കൊച്ചുങ്ങൾക്കൊക്കെയാണ്, 1 മാസമൊക്കെ ഉള്ള കൊച്ചുങ്ങൾക്കാണ് ഇത് നമ്മൾ തലയിൽ തേക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് തേച്ചാലും മുടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെള്ളത്തിൽ ഇങ്ങനെ ഞെരടി വെച്ചാൽ നമ്മൾ മിക്സ് ചെയ്ത് കൈ വെച്ച് കുഴച്ച് താണ്ട ഇപ്പോൾ കണ്ടോ, താളി പോലെ നല്ല ജെൽ പരുവത്തിലായി. കണ്ടോ, കുറച്ച് വെള്ളം മാത്രം നമുക്ക് മിക്സ് ചെയ്താൽ മതി, ഒരുപാടൊന്നും വെള്ളം മിക്സ് ചെയ്യേണ്ട. കണ്ടോ, ഇത് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കുക. കണ്ടേ, ഞെരടി എടുക്കുക. കണ്ടേ, എന്നിട്ട് നമുക്കിത് നല്ലോണം ഇങ്ങനെ ശക്തിയായിട്ട് പിഴിഞ്ഞെടുക്കാം. ഇത് നമ്മൾ തലയിൽ തേക്കുമ്പോൾ നല്ല തണുപ്പാണ്, നമുക്ക് തലയിൽ താളി തേച്ച ഫീലാണ്. താളിയാണിത്. ഇതിലെ ഇലകളും മാറ്റണം, എന്നിട്ട് വേണം നമുക്ക് തലയിൽ തേക്കാറുള്ളത്. അല്ലേ, കണ്ടോ, എന്നിട്ട് നല്ല ജെൽ ടൈപ്പായി. എന്നിട്ട് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ കണ്ടോ, ഇത് നല്ല കട്ടിയായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിലാണെങ്കിലും കണ്ടോ നല്ല ഇനി കുറച്ചും കൂടെ ടൈം ഇരിക്കുകയാണെങ്കിൽ നല്ല ജെല്ല് പോലെ, ഗ്രീൻ ജെല്ല് പോലെ ആവും. അപ്പോൾ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ഇത് മിക്സ് ചെയ്ത് തലയിൽ തേക്കാനുള്ളതല്ലേ. അപ്പോൾ ഇതുകൊണ്ട് കണ്ടോ, നമുക്ക് കാണുമ്പോൾ അറിയാം നല്ല കട്ടി പോലെ. കണ്ടോ, ഇനി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ജെല്ലാവും. നമുക്ക് ആ ജെല്ലിൽ വരെ ഇരിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം. ഇതേപോലെ തലയിൽ അപ്ലൈ ചെയ്യാം. ഓരോ സെക്ഷൻ എടുത്ത് ഇതേപോലെ തലയിൽ അപ്ലൈ ചെയ്യാം. കണ്ടോ, കുറച്ച് നേരം ഇരിക്കുമ്പോൾ കണ്ട ജെൽ പോലെ ആവും. കണ്ടോ, കട്ട ജെല്ല് കണക്കായി. കണ്ടോ, അത് കൊള്ളാം. ഇനി ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി.
ഷാമ്പു വാഷ് ചെയ്യേണ്ട. കാരണം ഇതിൽ പൊടിയോ ഇതിൽ സ്മെല്ലോ അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല. നമ്മൾ നോർമൽ വെള്ളത്തിൽ കഴുകി കളഞ്ഞ് മതി, ഡ്രൈ ആക്കിയാൽ മതി. അപ്പോൾ ഇത് ആഴ്ചയിൽ നമുക്ക് 3 ദിവസമോ ഡെയിലി ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് അതിനുള്ള സമയം കിട്ടാറില്ല. ഡെയിലി ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ആഴ്ചയിൽ 3 തവണ ചെയ്യാം, അല്ലെങ്കിൽ മാസത്തിൽ ഒരു 5 പ്രാവശ്യമെങ്കിലും ചെയ്യാം. മുടി നല്ലതുപോലെ വളരും, കൊഴിച്ചിൽ കുറയും, താരൻ കുറയും. പിന്നെ തലയ്ക്ക് നല്ല തണുപ്പാണ്. തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും, തണുവ് തോന്നും. അപ്പം നമുക്കൊരു ഹെഡിനൊക്കെ ഒരു റിലാക്സേഷൻ ഉണ്ടാകും. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.